did. I was gonna be ashes. You ain't catch that. 6-7. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ ടിക്ടോക്കിലോ കമന്റ് സെക്ഷൻ നോക്കാറുണ്ടോ? എങ്കിൽ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാകും. എവിടെ നോക്കിയാലും ഈ 6-7. എല്ലാവരും ചോദിക്കുന്നു എന്താണ് ഈ 6-7 എന്ന്. എന്തിനാണ് എല്ലാവരും ഇത് തന്നെ കമന്റ് ചെയ്യുന്നത്? ഇതൊരു സീക്രട്ട് കോഡാണോ അതോ ഇലുമിനാറ്റി ആണോ? ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റിലെ വട്ടം കറക്കുന്ന 6-7 എന്ന വൈറൽ ട്രെൻഡിനെ കുറിച്ചാണ്. വെൽക്കം ടു ചാനൽ. All right, Dictionary.com's word of the year this year isn't even a word. All right, so Dictionary.com just announced, get ready for it, everybody, the word of the year. Slang phrase, widely used by Gen Alpha and some of you. 6-7. Didn't even know it was a word? That's not a word. Dictionary.com has released its 2025 word of the year. A slang word that they're calling the word of the year, but it's actually 2 numerals. Dictionary.com's word of the year is out, and it's a number. Actually, ആദ്യം തന്നെ പറയട്ടെ, ഇതിനെ 67 എന്നല്ല പറയുന്നത്, മറിച്ച് 67 എന്നാണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ Dictionary.com ഈ വർഷത്തെ, അതായത് 2025 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ നമ്പർ തന്നെയാണ്. ഇതൊരു ബ്രെയിൻ റോട്ട് സ്ലാങ് ആണ്. അതായത് വലിയ അർത്ഥമൊന്നുമില്ലാത്ത വെറുതെ തമാശയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ. ഈ ട്രെൻഡ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് പിന്നിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. സ്ക്രില്ല എന്ന റാപ്പർ ഇറക്കിയ ദൂത്ത് ദൂത്ത് എന്ന പാട്ടിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. ഈ പാട്ടിന്റെ വരികളും വൈറലായിരുന്നു. പ്രശസ്ത ബാസ്കറ്റ്ബോൾ താരം ടിമലോ ബോൾ, അദ്ദേഹത്തിന്റെ ഉയരം കൃത്യം 6 അടി 7 ഇഞ്ചാണ്. ഫാൻസ് ഈ പാട്ട് വെച്ച് അദ്ദേഹത്തിന്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. മാവറിക് എന്നൊരു കൊച്ചു പയ്യൻ ഒരു ബാസ്കറ്റ്ബോൾ ഗെയിമിനിടെ ആവശ്യത്തോടെ 6-7 എന്ന് വിളിച്ചു കൂവുന്ന വീഡിയോ വൈറലായിരുന്നു. അതോടെ സ്കൂൾ കുട്ടികളും ജെൻസിയും ഇത് ഏറ്റെടുത്തു. ഇനിയാണ് പ്രധാനം. ഇതിന്റെ അർത്ഥം എന്താണ്? സത്യം പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതാണ് ഇതിന്റെ രസം. എങ്കിലും സന്ദർഭത്തിനനുസരിച്ച് ഇതിന് 2 അർത്ഥങ്ങൾ വരാം. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ 6-7 ഉപയോഗിക്കാം. ഉത്തരം മുട്ടുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഒരു വൈബിന് വേണ്ടിയോ എന്തും പറയാം. ഉദാഹരണത്തിന് ടീച്ചർ ചോദിക്കുന്നു, ഹോംവർക്ക് ചെയ്തോ? കുട്ടി പറയുന്നു 6-7. Mom, when are we leaving? Oh, 6-7. Yeah, 6-7. Grandma, how old are you? 6-7. Damn, how tall are you? 6'7". ചുരുക്കത്തിൽ പറഞ്ഞാല് മുതിർന്നവരെ കൺഫ്യൂസ് അടിപ്പിക്കാൻ കുട്ടികൾ കണ്ടുപിടിച്ച ഒരു നമ്പറാണ് ഈ 6-7. അതുകൊണ്ട് അടുത്ത തവണ കമന്റ് ബോക്സിൽ 6-7 കണ്ടാൽ അത്ഭുതപ്പെടേണ്ട. അതൊരു ജെൻ ആൽഫ തമാശയെന്ന് മാത്രം ഓർത്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ ഒരു 6-7 ഇട്ടേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.